ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ വീഡിയോകളും ഫോട്ടോകളും പ്രചരിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ചോമ്പാൽ ഹാർബറിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളോടും വോട്ട് ചോദിച്ചു. നല്ല രീതിയിൽ ഏകദേശം 1 മണിക്കൂറോളം ചോമ്പാൽ ഹാർബറിൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞത്. അതിനുശേഷം ഒരു AI ഫോട്ടോയും വീഡിയോയും പുറത്തു വരികയാണ്. അതിൽ ഹാർബറിൽ വെച്ച് തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ തടഞ്ഞു, ഹാർബറിലൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ തടഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോയും വീഡിയോയും, ഞാൻ കരയുന്നത് പോലെയുള്ള ഒരു വീഡിയോ ഒക്കെയാണ്, ഫോട്ടോയാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും കളവാണ്, വ്യാജമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണിത്. അത് മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ഉൾപ്പെടെ ഇത് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ SP-ക്ക് കണ്ട് പരാതി കൊടുത്തത്. ഇത് വന്നിട്ട് 3-4 ദിവസമായി. അത് സാധാരണ എല്ലാ ഇതും വരുന്നത് പോലെ മൈൻഡ് ചെയ്യാതിരുന്നതാണ്. പക്ഷേ ഇവർ വളരെ കൃത്യമായി ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി ആളുകളുടെ ബൈറ്റ് എടുത്ത് ഇത് സത്യമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റൂറൽ SP-ക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ AI വീഡിയോയും ഫോട്ടോയും എല്ലാം പേജിൽ നിന്ന് നീക്കം ചെയ്യണം, അവർക്കെതിരെ നടപടി എടുക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോമ്പാൽ ഹാർബറിൽ പലതവണ, അവിടെ ഇതുവരെ ബന്ധപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ചോമ്പാൽ ഹാർബറിൽ പലതവണ നമ്മൾ ബന്ധപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഹാർബർ വികസിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നിവേദനങ്ങളായിട്ടും അതുപോലെ സർക്കാർ ചോദ്യങ്ങളായിട്ടും നിയമസഭയിൽ സബ്മിഷനായിട്ടും ഒക്കെ ചോമ്പാൽ ഹാർബറിലെ വിഷയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അന്ന് മന്ത്രി തന്ന മറുപടി തന്നെ ചോമ്പാൽ ഹാർബറിൽ ഇഷ്ടം പോലെ പണം ചെലവഴിച്ച് അവിടെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഒരു ഫണ്ട് പോലും സർക്കാർ അവിടെ അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളവിടെ അവിടുത്തെ തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവർക്ക് ലൈറ്റ് വേണമെന്നുള്ളതും അവർക്ക് CCTV വെക്കണമെന്നും. അതിൻ്റെ ഭാഗമായിട്ട് 2025 അതിനകത്ത് ഫണ്ട് വെച്ചു. അതിൻ്റെ ഫൈനൽ ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ലൈറ്റും CCTVയും അവിടെ സ്ഥാപിക്കും. അതുപോലെ തന്നെ ഒരു 6 മാസം മുന്നെയാണ് ഞങ്ങൾ ഒരു മെഗാ ക്ലീനിങ് നടത്തി. അവിടെ ചോമ്പാൽ ഹാർബർ മുഴുവൻ MLA-യുടെ നേതൃത്വത്തിലാണ് ക്ലീനിങ് നടത്തി. അവിടുത്തെ മുഴുവൻ വേസ്റ്റും പ്ലാസ്റ്റിക്കും എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹാർബറിന് വേണ്ടിയിട്ട് നിരന്തരം അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹാർബറിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ബസ് രാവിലെ അവിടെ എത്താൻ തൊഴിലാളികൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് മനസ്സിലാക്കി അവരുടെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഹാർബറിലേക്ക് ഞങ്ങൾ രാവിലെ ഒരു ബസ്, KSRTC-യുടെ ഒരു ബസ് പുതിയത് സർവീസ് ആരംഭിച്ചു. ഇതൊക്കെ ഹാർബർ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് LDF-ന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.